ഇപ്പൊ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. രാവിലെ എണീറ്റ് ഹോസ്പിറ്റലിലോട്ടും പോകുന്നു, വൈകിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ടും വരും. വലിയ തോതിലൊന്നും അല്ലെങ്കിലും ഇന്ന് തൊട്ട് 2-3 ദിവസത്തേക്ക് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. കാരണം അനാമികയുടെ ചേച്ചിയുടെ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. എന്നത്തെയും പോലെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടുത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു തുണിക്കടയിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സാരി മേടിക്കണമായിരുന്നു. അപ്പൊ ആദ്യം കുറച്ച് 5 അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സാരി എടുത്തു. അപ്പൊ ഇത് ആദ്യയുടെ ഫാഷൻ ഷോ. കുട്ടിക്ക് കുറച്ച് നാണം കൂടുതലാണ്, സ്ലീവ്ലെസ് ഇടാന്ന് പറഞ്ഞാൽ അതിലൊന്നാണ്. അതിന്റെ ചമ്മലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്തായാലും ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ അവിടുന്ന് പൊതിഞ്ഞു മേടിച്ചു. ബാഗിലൊരു സാധനം കുത്തി നിറച്ച് അതിന്റെ ഇടയിൽ നിന്ന് അവിടെ കൊടയും തപ്പുവാണ് 1000 രൂപ. ഇയാൾക്ക് പിന്നെ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ട് ഞങ്ങൾ നേരെ ചെന്നത് താത്തയ്ക്ക് ഒരു ഫോൺ കേസ് മേടിക്കാൻ. ഇനിയാണ് ഒരു 1.5 അലച്ചിൽ തുടങ്ങാൻ പോകുന്നത്. 1000 രൂപ ഒരു മോതിരം വേണം, അതും അഫോർഡബിൾ പ്രൈസിൽ കല്ല് വെച്ച് വട്ടത്തിലുള്ള മീഡിയം സൈസ്ഡ് റിംഗ്. ഇന്ന് രാത്രിയാണെങ്കിലും ഹോസ്റ്റൽ പിടിക്കാൻ പറ്റിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കാര്യം എന്തായാലും കണക്കാന്ന് മനസ്സിലാക്കിയുണ്ട് പോകുന്ന വഴിക്ക് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പാലായിലുള്ള കടകളായ കടകൾ മൊത്തം ഞങ്ങൾ കയറി ഇറങ്ങി മടുത്തു. അങ്ങനെ സാധനം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും ഞങ്ങൾ അവസാനമായിട്ട് ഒരു കടയിൽ കൂടി കയറി. ഫൈനലി അവിടുന്ന് സാധനം കിട്ടി. അത് കിട്ടിയപ്പോൾ 1000 രൂപ സന്തോഷമായിരുന്നു എനിക്ക്. ഇനിയെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ പോവാലോ. ബസ്സിൽ കയറിയ പിന്നെ വിൻഡോ സീറ്റ് ആണല്ലോ മുഖ്യം. എവിടെ ഇരുന്നാലും സൂര്യൻ എപ്പോഴും എന്റെ മോന്തക്കായിരിക്കും. എന്തായാലും ഹോസ്റ്റലിൽ വന്ന് ഞങ്ങൾ നേരെ കുളിക്കാനൊന്നും പോയി. കാരണം ഇനി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. പറയുന്ന കേട്ടാത്തൊന്നും ഭയങ്കര അടിപൊളി ഡാൻസ് ആണ്. 2 റീല് നോക്കി തുള്ളുന്നതാണ് ഈ പത്രാസ്. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോ തന്നെ 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ എപ്പോ കിടക്കും എന്തോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.